Hello guys, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കിഡിലൻ ചാലഞ്ച് ചെയ്തു Who pays more wins the gift challenge part 2. അപ്പോൾ ഗയ്സ് നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു ഗിഫ്റ്റ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നമ്മളെ പാർട്ട് 1 വൻ കോമഡി ആയിരുന്നു. ഇവിടെ ഒരാള് 20 രൂപേന്റെ ബ്രഷ് 120 രൂപ കൊടുത്ത് വാങ്ങി കഥ വരണ്ടേ. പറയണമെന്നില്ല, അത് പാർട്ട് 1 കണ്ടവർക്ക് അറിയാം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ തന്നെയാണ് ആ ടൂത്ത് ബ്രഷ് കൊണ്ടുവച്ചത്. അപ്പൊ നമ്മള് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നല്ല വലിയ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവെക്കുന്നു ഞാനത് വാങ്ങി. പറ്റില്ല. മൊത്തത്തിൽ 5 ബ്രഷ് വാങ്ങാനുള്ളതായിരുന്നു. ഓള് ആ 20 രൂപ കൊടുത്ത് വാങ്ങി. അത് മാത്രം ഞാൻ ആ ചാലഞ്ചിന് വാങ്ങിയുള്ളൂ തോന്നുന്നു. അത് മാത്രമേ വാങ്ങിയുള്ളൂ. ശ്രീക്ക് അപ്പൊ എന്താ ബാഗ് കിട്ടി. എനിക്ക് ബാഗ് കിട്ടി. പിന്നെ ഒരു പെട്ടി ഫുള്ള് എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ലക്ക്. പക്ഷെ അത് തിരിച്ചു പിടിക്കണത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞുതരാം. ആ ചാലഞ്ച് കണ്ടവർക്ക് ഏകദേശം ചാലഞ്ച് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് പറഞ്ഞുതരാം. നമ്മുടെ മുന്നിൽ വലിയൊരു ബോക്സ് ഉണ്ട്. അപ്പൊ ഈ ബോക്സിന്റെ ഉള്ളില് സല്ലു പല പല തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൊണ്ടുവെക്കും. ചിലത് ചെറിയ ഗിഫ്റ്റുകളായിരിക്കും, ചിലത് വലിയ ഗിഫ്റ്റുകളായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ ഗിഫ്റ്റ് ലേലം വിളിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും 1000 രൂപയുണ്ട്. ഇത് സ്വന്തം പോക്കറ്റിൽ എടുക്കുന്ന പൈസയാണ് കേട്ടോ. ഈ ചാലഞ്ചിന് പൈസ കുറച്ച് പോകും. ഈ സ്ലേറ്റിലായിരിക്കും നമ്മൾ എത്രയാണ് പൈസ എന്നുള്ളത് എഴുതട്ടോ. ഇത് നമ്മൾ ലേലം വിളിക്കൂലേ, അതായത് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ട് ആരാണോ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അവർക്കായിരിക്കും ആ ലേലം വിളിച്ച പ്രൊഡക്റ്റ് കിട്ടുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഷാമി ചെയ്ത പോലെ 20 രൂപയുടെ സാധനം 120 രൂപയ്ക്കൊന്നും ആരും ഇവിടെ വാങ്ങരുത്. അബദ്ധം പറ്റി. ഇതൊക്കെ ലക്കിലുള്ള ചാലഞ്ച്. അതെ, ഇത് ശരിക്കും 99% ലക്കും ബാക്കി കുരുട്ടുബുദ്ധിയാണ്. സ്റ്റാർട്ട് ചെയ്താലോ? ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാലഞ്ചാണ്. ഫസ്റ്റ് ഞാൻ എന്തായാലും പോയി 120 എഴുതൂല. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഷാമി വെറൈറ്റി ലുക്കിലാണ് ഇരിക്കുന്നത്. അതായത് പ്രൊഫഷണൽ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് വന്ന പോലെ. അപ്പൊ ഞാനിത് എങ്ങനെ സ്റ്റൈൽ ചെയ്തതെന്നൊന്ന് കണ്ടിട്ടുണ്ടാലോ ഗൈസ്. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ എന്റെ ഹെയർ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അഗാരോന്റെ 6-in-1 മൾട്ടി ഹെയർ സ്റ്റൈലർ ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഹെയർ ഇതേപോലെ കേൾ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് സ്മൂത്തൻ ചെയ്യാനും വോളിയമൈസ് ചെയ്യാനും കോമ്പിങ് ചെയ്യാനും ഡ്രൈ ചെയ്യാനും എല്ലാത്തിനും പറ്റും. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാം. ഈ ഒരു ഹെയർ സ്റ്റൈലറിന് 6 അറ്റാച്ച്മെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇത് നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാനുള്ള ഒരു ഡ്രൈയിങ് നോസിലാണ്. ഇതെങ്ങനെയാ അറ്റാച്ച് ചെയ്യാന്ന് വെച്ചാൽ, ഈ നോസിൽ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ലോക്ക് ആയാൽ നമുക്ക് ഇവിടെ ഒരു ലാച്ച് ലോക്ക് ആവുന്നത് കാണാൻ പറ്റും. ഇത് റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഈ ലാച്ച് ഒന്ന് ഡൗൺ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ റിമൂവ് ആവും. ഇനി നമുക്ക് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാം. ഇതിലൊരു ഫാൻ സ്പീഡ് ബട്ടൺ ഉണ്ട്. ലോ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറും, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മീഡിയം സ്പീഡിന് പർപ്പിൾ കളറും, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഹൈ സ്പീഡിന്റെ റെഡ് കളറും ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഹീറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹീറ്റിനും സെയിം കളർ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ 3 സെക്കൻഡ് ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ സ്റ്റൈലർ ഓഫ് ആവുന്നതാണ്. ഇതിന്റെ RPM വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ മറ്റേത് ഹെയർ ഡ്രൈയറിനെക്കാളും ഫാസ്റ്റ് ആയിട്ട് ഹെയർ ഡ്രൈ ആവും. പിന്നെ ഈ ഹെയർ സ്റ്റൈലറിന് BLDC മോട്ടോർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഹെയർ ഡ്രൈയറിനെക്കാളും ലെസ് നോയ്സ് ആയിരിക്കും ഇതിന്. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലവ് വരുന്നുണ്ട്. ഹീറ്റ് നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാനാണ് നമുക്ക് ഈ ഒരു ഗ്ലവ് വരുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു ഗ്ലവ് വെച്ചിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഹെയർ സ്മൂത്തനിങ് ബ്രഷ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഹെയർ സ്മൂത്ത് ചെയ്യാൻ പറ്റും. ഞാനിതേ ഫ്രണ്ട് പോർഷനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഹെയർ ഒന്ന് ജസ്റ്റ് കേൾ ആയി കിടക്കുന്നത്. ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാനിതേ ഹെയർ സ്മൂത്ത് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്നത് ഹെയർ കോമ്പിംഗ് ബ്രഷ് ആണ്. ഇത് വെച്ചിട്ട് ഹെയർ നമുക്ക് നല്ല പോലെ സ്മൂത്ത് ആയിട്ട് കോംബ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രിസി ഹെയർ ഒക്കെ മാറിയിട്ട് ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ട് വോളിയമൈസിംഗ് ബ്രഷ് ആണ്. ഈ ബ്രഷ് വെച്ച് നമുക്ക് ഹെയർ നല്ല വോളിയം ഉള്ള പോലെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഫ്രണ്ടിലൊക്കെ ബൗൺസി ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഹെയർ നല്ല വോളിയം ഉള്ളതുപോലെ തോന്നിപ്പിക്കും. ലാസ്റ്റ് വരുന്നത് 2 ഡയറക്ഷണൽ എയർ റാപ്പ് നോസിൽസ് ആണ്. ഇത് നമുക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഹെയർ കേൾ ചെയ്യാനുള്ള നോസിൽസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള കേൾസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഹെയർ സ്റ്റൈലിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നോസിൽസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഹെയർ സ്റ്റൈൽസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഗ്ലവ് ഇടാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഹീറ്റ് നമ്മളെ കയ്യിൽ
തലയിൽ തട്ടുന്നതാണ്. എന്റെ ഓൾറെഡി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിലാണ് ഞാനിപ്പോ ഇതേ കേൾസ് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കേൾസ് വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ ഇതിന്റെ ഹെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഈസി ആയിട്ട് ഓരോ ഹെയർ സ്റ്റൈൽസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അഗാരോന്റെ ഈ ഒരു 6-in-1 മൾട്ടി ഹെയർ സ്റ്റൈലർ വാങ്ങിക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പൊ നമ്മളിത് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഗിഫ്റ്റ് എന്തോ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ പോലെ ഇപ്രാവശ്യം പറ്റരുത്. കഴിഞ്ഞ പ്രാവശ്യം ടൂത്ത് ബ്രഷ് ആയിരുന്നു. അപ്പൊ അതെന്തെങ്കിലും സാധനമാവാൻ ചാൻസ് ഉണ്ട്. അതന്നെ. അപ്പൊ കുറച്ച് കൂടുതൽ പൈസ എഴുതാൻ എനിക്ക് തോന്നാം. അപ്പൊ നമ്മൾ ലേലം തുടങ്ങാൻ പോവാണ്. ഗിഫ്റ്റ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഭദ്രമായിട്ടുണ്ട്. അപ്പൊ പൈസ എഴുതിയാലോ? എഴുതാം. ഞാൻ 10 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാനും 10 സ്റ്റാർട്ട് ചെയ്ത്. അത് ഞാൻ 30. എനിക്ക് നല്ല എന്തോ സാധനമാണെന്നാ തോന്നുന്നത്. ഞാൻ 35 എഴുതി. 80 രൂപ. 5 ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇത് ചിലപ്പോ നല്ല കിഡിലെ സാധനമാവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് റൗണ്ടില് കഴിഞ്ഞ തവണ അവൻ ബ്രഷ് കൊണ്ടുവച്ചപ്പോ ഈ റൗണ്ടില് നല്ലത് വെച്ചാലോ അതല്ലേ? ചിലപ്പോ കാക്ക നമ്മള് ഈ പ്രാവശ്യം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നല്ല സാധനം ഉണ്ടാവും വിചാരിച്ചിട്ട് ഈ പ്രാവശ്യം എന്തെങ്കിലും കൊണ്ടുവച്ചാലോ? ഞാൻ 100. ഞാൻ എഴുതുന്നില്ല. ഞാൻ 100. ഓളെ 80 എഴുതി സ്ഥിതിക്ക് ഞാൻ 100. 110. ഞാൻ 115. വെറുതെ ഒരു രസം. ഞാൻ എഴുതുന്നില്ല കേസിനി. ഞാൻ എഴുതണില്ല. മാറ്റി എഴുതാൻ പറ്റില്ല. കുറച്ച് എഴുതാൻ പറ്റൂല. അന്നത്തെ 5 റുപ്യന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 115 അന്ന് 120. ഞാൻ സാധനം എന്താന്ന് മാത്രം ഞാൻ എഴുതില്ല. ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് 1000 റുപ്യന്റെ കയ്യിൽ ഭദ്രം. ഈ 1000 റുപ്യ എന്റെ കയ്യിലും ഭദ്രം. ഇനിയിപ്പോ ഇത് വലിയ 3 തരം. ഉറപ്പിച്ചു. നല്ല സാധനമാണ്. എനിക്ക് പേടിയുണ്ട്. ഞാൻ ഉണക്ക് സാധനം വല്ലതാണെങ്കിൽ നല്ല 1 രൂപയുടെ മുട്ടായിക്കാണ് എന്ത് ചെയ്യും? ഞാൻ സംഭവം ഉദ്ദേശിച്ചത് ശ്രീ 120 125 ഒക്കെ എഴുതുന്നു വിചാരിച്ചിട്ട് ഞാൻ 115. അതായത് ഓളെ കൊണ്ട് പൈസ കൂടുതൽ എഴുതിപ്പിക്കാം അല്ലെ? എന്തായാലും ഇങ്ങനെ പെട്ട് നടക്കൂല. 3, 2, 1 go. 5 രൂപ വരുന്ന എഗ്. മാത്രം. അത് 115 രൂപ എടുത്ത് ഒരു കോഴിമുട്ട വാങ്ങി. ഗൈസ് കോഴിമുട്ട ഞാനിത് വാങ്ങിക്കാൻ വിചാരിച്ച കോഴിമുട്ട അല്ല. എടാ അത് മര്യാദക്ക് നെക്കും കൂടില്ല. ഡബിൾ സൈഡ് വെച്ചിട്ട് സ്വർണ്ണമുട്ട അത് കരുതിക്കോ. 115 അത് പൊട്ടിപ്പോ. ഒന്നാം തവണ അബദ്ധം പറ്റുന്നു നോക്കി. 20 രൂപയ്ക്ക് ബ്രഷ്. അന്ന് 20 രൂപേന്റെ ബ്രഷോള് 120 റുപ്യക്ക് വാങ്ങി തരാം. അപ്പൊ അന്ന് ലാഭം. ഇത് 5 രൂപ. 5 രൂപേന്റെ കോഴിമുട്ടയാണ് 115 രൂപ. ഞാനൊന്ന് ഫ്യൂച്ചറിലേക്ക് സഞ്ചരിച്ചതാണ്. ഭാവിയിൽ ചിലപ്പോ ഈ എഗ്ഗിന് 115 ഒക്കെ വരാം. എന്തൊരു കഷ്ടാണ്. എനിക്കത് ശരിയാവില്ല കേട്ടോ. നാളെക്കാണ് എഴുതിയിട്ട് എടുത്ത സാധനമാണ്. ഞാൻ 120 എഴുതുന്ന് വിചാരിച്ചിട്ടല്ലേ? ഞാൻ എഴുതുന്ന എങ്ങനെയാ വിചാരിക്കുക? വേണ്ട. ഇനി ഷാമി ഈ എഗ് ഉണ്ടല്ലോ 115 രൂപേന്റെ എഗ് ഓൾ അത് ഷോക്കേസിൽ എടുത്തു. ഫസ്റ്റ് റൗണ്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഷാമിക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ എത്ര റുപ്യ ഉള്ളത്? 115 റുപ്യ എടുത്ത് ഞാൻ 1000 റുപ്യാണ് കോഴിമുട്ട വാങ്ങി. ഞങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴും 1000 രൂപ അവിടെ കയ്യിൽ തന്നെ ഉണ്ട്. എനിക്ക് ഇനി 885 റുപ്യാണ്. നല്ല സാധനം വല്ലതും വാങ്ങിയാ വാങ്ങാനുള്ള പൈസയാണ് ഷാമിയെ ആ പോയത്. ഇത്ര നശിപ്പിച്ച് ശ്രീ ചതിച്ചത് തന്നെ. ശ്രീനെ പോക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 120 ഇവിടെ എഴുതിയത് ഇവിടെ തെറ്റല്ലേ. ഇന്ത്യയിൽ ഇനി 1000 രൂപന്റെ ബാക്കിയുണ്ട്. ഇന്ത്യയിൽ 885 ബാക്കിയുണ്ട്. ഇന്ത്യയിൽ 1000 തന്നെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഗൈസ് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ ഗൈസ് വിപ്ലവകരമായ ഫസ്റ്റ് റൗണ്ടിന് ശേഷം നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. 5 രൂപയുടെ ലേസ് 235 രൂപ കൊടുത്ത് ഇവിടെ പലരും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഓള് നല്ല അടിപൊളി സാധനം അല്ലാതെ ടാക്ടിക്കലായി വാങ്ങി. ചോദിച്ചോ അടുത്ത ലേലം വിളിക്കും. കഴിഞ്ഞതാണ് എഗ്ഗല്ലേ കൊണ്ടുവച്ചേ. അപ്പൊ ഇത്തവണ ചിലപ്പോ നല്ല ചാൻസ് ഉണ്ട്. അത് നോക്കാം നമുക്ക്. എഴുതട്ടെ. ഞാൻ തുടങ്ങി. ലേലം വിളി തുടങ്ങി. 50 രൂപയിൽ ഞാൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 100 രൂപ എഴുതി. പൈസ പോയതൊന്നും പോരാ എനിക്ക്. പൈസ 115 ഞാൻ എഴുതും. ഇതിലെനിക്ക് എന്തായാലും കുഴപ്പമില്ല. 120 രൂപ. 120 ഒരു തരം. 122 തരം. 150.
150. 150 കുറച്ച് കൂടുതലല്ലേ? 155. എത്രയാ? ഞാൻ ഒന്നും എഴുതിയില്ല. 150 എഴുതി. അയ്യോ ആലോചിക്കട്ടെ, എഴുതണം വേണ്ടത് തീരുമാനിക്കണ്ടേ. 160. 5 രൂപ കൂട്ടുന്ന കുറച്ചുകൂടെ കൂട്ടിക്കൂടായിരുന്നു നമുക്ക്. ഞാൻ പിന്നെ എഴുതാതിരിക്കാൻ ഒരു ടെൻഡൻസി വന്നേനല്ലേ. 160 അല്ലേ? പൈസ പോയാലും വേണ്ടിയില്ല. 170 പോയാലും വേണ്ടിയില്ല. പോയാൽ വേണ്ടിയില്ലൊന്നുമില്ല. അതെ, നാണക്കേട് പറിക്കാൻ വേണ്ടിട്ട് പറയുന്നത്. അത് പോയാലും വേണ്ടിയില്ല. 170 രൂപ. 170 എന്ന് പറയുമ്പോ 885 അണക്ക് ഓൾറെഡി പൈസ പോയതവിടെ. അതുകൊണ്ടിക്ക് എഴുതണ്ടെന്നാണോ പറയുന്നേ? അല്ല, ഞാൻ ഓർമ്മിച്ചേ ഉള്ളൂ. നിങ്ങൾ എന്താ എഴുതുന്നില്ലേ? എന്തേ 5 എഴുതുന്നു? അല്ല, ഞാനൊന്ന് കൂലങ്കഷമായി ചിന്തിക്കട്ടെ, എന്നിട്ടേ എഴുതുള്ളൂ. ഞാൻ 170 എഴുതി കഴിഞ്ഞു. എനിക്ക് 5 വരെ ഉണ്ടോ? അതിന് മുന്നേ എഴുതിയില്ലെങ്കിൽ ഞാൻ ഇതിലോ. അത് ഒരു ലേലം 5 രൂപ വീതം കൂട്ടുള്ളൂ. 175 അല്ലേ? എന്നാ 76. ഹായ്, ഞാനത് മനസ്സിലായി. 79. അതെന്ത് പരിപാടി? 179 രൂപ. 180. ഇവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ ഒന്നും ഞാൻ നിർത്തി. എനിക്ക് വയ്യ, ഞാനും നിർത്തി. ഇവള് വിചാരിക്കും ബാക്കിയുള്ളവർ പൈസ കൂട്ടി കൂട്ടി പോകുന്നു, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കുടിക്കാന്നല്ലെങ്കിൽ ശരിക്കും സത്യം പറഞ്ഞില്ലേ? അത് ശരിയല്ല. 180 വരെ എഴുതിയില്ലേ? 81. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. 1 തരം, 2 തരം, 3 തരം. ഇതിലെന്താണെന്നുണ്ടെങ്കിലും ഞാൻ സഹിക്കും. കഴിഞ്ഞ റൗണ്ടിലെ വിഷമം തീരാളെ അല്ലെ, ഞാൻ കാര്യമായിട്ട് പറയട്ടോ. തുറക്കട്ടെ. കാക്കന്റെ മുഖത്ത് നിന്നാണെങ്കിലും ഒന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു എന്താ പറയാ, ബൂസ്റ്റിന് തന്നെ 300 രൂപ ഉണ്ട് കേട്ടോ. അപ്പോൾ എഴുതിയത് അപ്പൊ തന്നെ ലാഭായി. 300. ഇതിന് 294. അപ്പൊ 600 ആയോ? ഇതിന് കാണാനില്ല പൈസ. 400. 1000 കറക്റ്റ് 1000 രൂപയ്ക്ക് ഗൈസ് ഞാൻ 180 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങി. 180 രൂപയ്ക്ക് ഈ 3 സാധനങ്ങൾ വാങ്ങിച്ചു. ആർക്കും ഒന്നും പറയല്ലേ? ഒന്നും പറയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അടുത്ത് ഞാൻ ആശംസിച്ചിട്ടല്ല എന്നെ വിട്ടത്. ഐഡിയ ഇരുന്നല്ലേ അത്. ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോഴിമുട്ട തിന്നണത് പറ്റില്ല. എഗ് പുഴുങ്ങാതെ പച്ചക്ക് കഴിക്കാം. അതിനെന്താ, ഞാൻ പൊട്ടിച്ച് വായാലോ വിശ്വരല്ലോ. അതൊന്നും പേടിക്കണ്ട. ബൂസ്റ്റ് ചെയ്യാൻ സംഭവിക്കും. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം ഇന്നോട് തിന്നരുത്. ഇത്രയും പൈസ ഉള്ള സാധനം വെറും 180 ഉറുപ്പിക്ക് വാങ്ങാൻ നാളല്ലേ ശമ്യം? നാളല്ല, ഇതാണല്ലോ ചാലഞ്ച്. ബൂസ്റ്റ് പൊതി കിട്ടും. ആ സൗണ്ട് നേരിപ്പിച്ചെടുക്കാൻ വേണ്ട, ഞാൻ കേട്ടു. എന്നാലും ഈ ന്യൂട്ടൽ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ബൂസ്റ്റ് തിന്നു? ന്യൂട്ടൽ ഉണ്ടായിട്ടോ? അടുത്ത കഴിക്കാനാ? എനിക്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് കലക്കി കുടിക്കുന്നതിനെക്കാട്ട് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തിന്നാനാ. ഹോർലിക്സ് കലക്കി കുടിക്കാനാ. ന്യൂട്ടൽ എന്തെങ്കിലും ഇതിപ്പോ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴും 1000 രൂപ ഞങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ഇനി അടുത്ത റൗണ്ടിൽ എന്ത് കാര്യത്തിലാണ് നമ്മള് ചെലവാക്കുക? എന്തുപോലും കുഴപ്പമില്ല. എന്റെ മാന ഞാൻ തന്നെ രക്ഷിച്ചു. ഫസ്റ്റ് കോഴിമുട്ട വാങ്ങി എന്റെ മാനായി തിരിച്ചു. കുഴപ്പമില്ല, അത് നോക്ക്. ഈ റൗണ്ടിൽ ലാഭം കിട്ടി അല്ലേ? നമുക്ക് സമാധാനിക്കാം. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണെങ്കിൽ ഒന്നും വേണ്ട അവിടെ. അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. അപ്പം അടുത്ത നേരത്തെ റൗണ്ടിൽ എന്തൊക്കെയോ കിട്ടിയത് അഹങ്കാര പൊടി കാണിച്ചോണ്ടിരിക്കുക. 3 സാധനങ്ങൾ, അത് വെറും 180 സാധനങ്ങൾ വെറും 180 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ വിട്ടുകൊടുക്കും, നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട. ഞാനും 705 രൂപ. എന്താണെങ്കിലും 1000 രൂപ ഇവിടെ അതേപോലെ തന്നെ ബാക്കിയുണ്ട്. പിടിച്ച കിട്ടൂല ജാമ്യ. ചിലപ്പോ ഒന്നും വാങ്ങാത്തതിലും ഭേദല്ലേ. ഞാൻ ചിലപ്പോ 700 രൂപയൊക്കെ തുടങ്ങിക്കളയും. എന്ത് ചെയ്യും? ഞാൻ വെറുതെ അറിഞ്ഞല്ലേ. തുടങ്ങാം. ഞാൻ 100 എഴുതിയിരിക്കുകയാണ്. ഞാൻ 200. കൊള്ളാം.
ഞാൻ 250. കയ്യിലൊന്നും ഉണ്ടാവൂലേ. 255. 260. 300. 300 വരെ പോയോ? ഒറ്റയ്ക്ക് ഓള് 30 അല്ല 40 ഉറുപ്പ്യ കൂട്ടി. 200 300 305. 305. 300 ഉറുപ്പ്യന്ന് പോയി കഴിഞ്ഞാൽ എന്റെ പിന്നെ പൈസ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ച് പൈസ വാക്കല, ആകെ 705 ഉറുപ്പ്യല്ലോ. 320 ഇങ്ങനെ കാണിച്ചു തരാം. 320 അല്ലേ? 1000 ഉറുപ്പ്യ കയ്യിലില്ലേ? എഴുതിക്കോ. അണക്കെന്താ എന്റെ പണിയെടുത്ത ഞാൻ എന്തേ ചെയ്തോളൂ. 320 അല്ലേ ഈ എഴുതിയത്? കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും എഴുതിയില്ലേ, ഞാൻ 319 എഴുതിയിരിക്കുക. ഇവള് നേരത്തെ നിന്റെ ടാക്ടിക്സ് എടുക്കാൻ നോക്കരുത് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് കുറച്ചൊന്ന് ആലോചിക്കണം. കാര്യം ഭയങ്കരമായിട്ടുള്ള ആഭ്യന്തരമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് ഒരുപാട് സമയം ഒരുപാട് സമയമില്ല. പിന്നെ ടിക് ടിക് ഉണ്ട്. 321 ഒരു തരം. 321 321 ഒരു തരം. 321 322 അല്ല ഈ എഴുതുന്നത് 323. ഞാൻ എഴുതുന്നില്ലേ, ഞാൻ വേറെ അടുത്ത റൗണ്ടിലേക്ക് മാറ്റി എത്തുക. എത്ര? 323 330 ഒരു തരം. ഇതൊന്നും ഉണ്ടാക്കോ? ഈ എഴുതുന്നില്ലല്ലോ എന്തായാലും. ഉണ്ടാതിരി എത്ര എഴുതിയേ? 30. 300 കാണിച്ചു തരൂല. പറയുമ്പോ നോക്കണായിരുന്നു. ഈ റൗണ്ടിൽ ഇപ്പൊ ഇവര് തമ്മിലാണല്ലേ. 331. ഒരു 5 രൂപ കൂട്ട്. 5 രൂപയോ? 2 രൂപ. 332. 332. 1 രൂപയ്ക്ക് ഓർക്കും മിസ്സായ വിഷമാവൂല. 340. 345 എഴുത്. എന്റെ മനസ്സ് പറയേണ്ട ഇതില് നല്ല ഗിഫ്റ്റ് ആണ്, പക്ഷെ എന്റെ പൈസ ഇല്ലാത്തോണ്ടാ. നാളക്ക് വേണ്ടിട്ട് ഞാൻ എഴുതാൻ പോവാ. 340. എനിക്ക് വേണ്ടി എഴുതണ്ട, എനിക്ക് വേണ്ടി എഴുതണ്ട, എനിക്ക് വേണ്ടി എഴുതിയാ മതി. 342. 342 എഴുതി അവിടെ. 345 എഴുതി. ഞാൻ പറയുന്ന 5 കേട്ടോ? അല്ല കേക്കണ്ട, സ്വന്തം താല്പര്യാർത്ഥം എഴുതിയാ മതി. ഈ 2 പറയൂ, എന്നിട്ട് അത് കൊളാണെന്നുണ്ടെങ്കിൽ ഈ 5 എഴുതിയിട്ടല്ലേ? നല്ലതാണെ പറയും, ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ? 345 എഴുതിക്കോ. 350. 355 എഴുതി. എഴുതുണ്ടോ? എഴുതുണ്ടോ? ഞാൻ എഴുതുന്നില്ല. എഴുതില്ലേ ഗൈസ്? അങ്ങനെ 350 നിർത്തിയിരിക്കുകയാണ്. 1 തരം, 2 തരം, 3 തരം. അങ്ങനെ ഇതിനുള്ള ഗിഫ്റ്റ് എന്താ നമുക്ക് നോക്കാനുള്ള സമയമായിരിക്കും. 350 രൂപ കൊടുത്തു എന്താണ് വാങ്ങിയത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തുറക്ക ചാമ്യ. 2, 1, go. 350 രൂപ കൊടുത്തിട്ട് KFCന്റെ വലിയൊരു ബക്കറ്റും ഡ്രിങ്ക് ഒക്കെയാണ്. വേസ്റ്റ് ആയില്ല. ഞാൻ അപ്പോഴേ ശ്രീന്റെ അടുത്ത് പറഞ്ഞേ 355 എഴുതിക്കോന്ന്. ഇപ്പൊ എന്താ നമുക്ക് രണ്ടും കൂടെ തിന്നൂടെ? ഒന്ന് മിണ്ടായിരിക്കും. ശരിക്കും എത്ര രൂപ വർത്ത് വരും? എന്റെ പോലത്തെ 1000 rupees വർത്ത് വരുന്ന സാധനമാണ് ഞാൻ 350 രൂപയ്ക്ക് വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ രണ്ടാളും ഒരേ പോലെ. അല്ലല്ല ഒരിക്കലല്ല. ഇത്രയും 5 ഒരു മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെ കഴിക്കാന്ന്. ശ്രീക്ക് വിഷമുണ്ടോ? നല്ല വിശക്കുന്നുണ്ട്. ചാലഞ്ച് തുടങ്ങി. അതാ ശരിയാ, നല്ല വിശക്കുണ്ട്. കയ്യും മാറ്റി കാണാം. മെല്ലെ കഴിച്ച് ഞങ്ങളാരും വാങ്ങൂല. പെപ്സിക്ക് വേണമെങ്കിൽ കുടിക്കാല്ലേ? അടുത്ത റൗണ്ട് പോയാലോ? ഇത് കൊറേ പീസ് ഉണ്ട്. ഞാൻ മെല്ലെ മെല്ലെ എടുത്ത് വെച്ച് വെച്ചോളാം. അത് തണുത്തു പോലെ. ഞങ്ങൾക്ക് ഒന്ന് സഹായിച്ചൂടെ? ബൂസ്റ്റ് വേണം പറഞ്ഞില്ലേ? ഇത്തിരി ബൂസ്റ്റ് തന്നെ ഞാനത് മാറ്റി വെച്ച് പിന്നെ തന്നെ കൊണ്ടായിരുന്നു. അപ്പോഴേ കൊടുത്താ പോരുന്ന ബൂസ്റ്റ് വേണം ഞാൻ ഇപ്പൊ തരാം. വേണ്ടല്ലോ. നമ്മള് 3 റൗണ്ട് കഴിഞ്ഞ് 3 റൗണ്ട് കഴിഞ്ഞപ്പോഴും 1000 ഉറുപ്പ്യ വെച്ചൊരു വെറുതെ നോക്കുകുത്തി പോലെ വരുന്നതെന്ന് സാറില്ല. ഞാൻ ഇതുവരെ എത്രയായിരുന്നു 100 രൂപ കൊടുത്ത് വാങ്ങിയത് ഒരു കോഴി. 115 രൂപ കൊടുത്ത് ഞാൻ കോഴിമുട്ടി അത് കഴിഞ്ഞതല്ല എന്റെ ചാമ്യം. ഞാന് 350 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചു. എനിക്ക് ബാക്കി 650 രൂപന്റെ കയ്യിലുണ്ട് കേട്ടോ. 705 രൂപ ബാക്കിയുണ്ട് കേട്ടോ. 1000 രൂപ കൊടുത്തിട്ട് അനങ്ങിയിട്ടില്ല. ഇതിലെങ്കിലും ഒന്ന് വാങ്ങ ശ്രീ. ഫസ്റ്റ് 2 കോഴിമുട്ട വന്ന്, സെക്കൻഡ് റൗണ്ട് ബൂസ്റ്റോ ഹോർലിക്സ് ന്യൂട്ടലേ വന്ന്,
തേർഡ് റൗണ്ട് KFC വന്ന്. ഇനി ഫോർത്ത് റൗണ്ട് എന്ന് പറയുന്നത് വളരെ എന്തും വരാം. ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യത്തിൽ സല്ലി വേറെ രീതിയിൽ അത് കൊണ്ടുവയ്ക്കും. അതിനോട് ഞാൻ എന്ത് ധൈര്യത്തിലാണ് എനിക്ക് അറിഞ്ഞൂടാ. 1000 രൂപ എന്തെങ്കിലും വാങ്ങിച്ചോ? 20 രൂപ എഴുതി. 20 രൂപ. ഞാൻ 100 രൂപ എഴുതി. 1000 രൂപ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. എന്റെ സ്ട്രെസ്സുകളും മനസ്സിലാക്കണം. ഞാൻ 210. 250 എഴുതി കഴിച്ചാൽ ഇത് എഴുതുന്നില്ലേ? പേടിയാവുണ്ട്. എഴുത്. എന്തെങ്കിലും ഒന്ന് വാങ്ങ്. എന്തെങ്കിലും ഒന്ന് 1000 രൂപ അനക്ക് പേടിയായിട്ടല്ലേ? വലിയ പൈസ പോവാണെങ്കിൽ വലിയ വിഷയമില്ലാതെ വെച്ചിട്ട് പേടിയാവല്ലേ? എത്ര എഴുതി? 250. 250 അല്ലേ? 255. പൈസ പോട്ടെ. പവർ വരട്ടെ. പൈസ പോട്ടെ. 260. ശ്രീ വീണ്ടും 1000 രൂപ മതി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിപ്പോ കയ്യില് പൈസ വെച്ചിട്ട് നമ്മളെ എവിടെയൊക്കെ ട്രിപ്പ് പോയിട്ട് ഒന്നും വാങ്ങാൻ തിരിച്ചു വരുന്നു. അതൊന്നും ശരിയാവില്ല. ഇതെന്താണ്? ഇതിപ്പോ 5 റൗണ്ട് കഴിയുമ്പോൾ 1000 രൂപ ഉണ്ടല്ലോ എന്ന് അറിയിരിക്കും. നടക്കൂല കേട്ടോ അത്. ബാക്കിയുള്ളവരെല്ലാരും വാങ്ങിയ സാധനങ്ങൾ നോക്കി എനിക്ക് വാങ്ങിയാ മതി. എന്താ ഇതിന്റെ ആവശ്യം? 300. എന്തൊരു കഥയാണത്? ശ്രീ 300 എഴുതിയിരിക്കാണ്. ഞാൻ 305. ഞാൻ 330 എഴുതിയിരിക്കാണ്. 330 ഒരു തരം. ഇവരെ എഴുതും. ഇനിയിപ്പോ കഴിഞ്ഞ 2 റൗണ്ട് നല്ല സാധനമായിരുന്നു. അപ്പൊ ഈ റൗണ്ടിന് നീ നല്ലത് വെക്കൂലെന്ന് നമ്മളത് വിചാരിക്കുന്നോണ്ടോ ചിലപ്പോ നല്ലത് വെച്ചാലോ? അതാണ് എനിക്ക് ഡൗട്ട്. 300 എത്ര എഴുതിയേ? എത്ര എഴുതി? ഞാനല്ല ഓളം എഴുതി. കിട്ടേണ്ടതാണ്, അത് എനിക്ക് കിട്ടും. നോക്കട്ടെ എത്ര എഴുതിയ? 330. 330 ഒരു തരം. 2 തരം. 360 പോയാ പോട്ടെ. 360. 360 ഒക്കെ കൊടുത്ത് വാങ്ങാൻ അത്രമാത്രം തോന്നണില്ലേ ഗൈസ്? 360. 360 എന്ന് പറയുമ്പോ ഞാൻ ഒരു 365 എഴുതണം, അല്ലെങ്കിൽ 5 370 എഴുതും. ഞാൻ 370. ഞാൻ 80. 380. എനിക്ക് വയ്യ. 5 380. ആ 380 അല്ലേ എഴുതിയേ? 380. ഏത്? ഞാൻ ഒന്നും എഴുതില്ല, നോക്കട്ടെ, ആലോചിക്കട്ടെ. അധികം സമയമൊന്നുമില്ല. ഞാനിപ്പോ ലേലം ഉറപ്പിക്കും. നേരെ ഉറപ്പിക്കാനായിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് വരണം. 381. 382. ഇതെനിക്ക് ഭയങ്കര പറയണ്ടേ. ഞാൻ നിർത്തി. 382. ഞാൻ 382. ഒരു തരം. 2 തരം. 3 തരം. കാണാൻ വേണ്ടി ഒരു കൊതി ഇടുക. 3, 2, 1, go. 382 രൂപ കൊടുത്ത് 5 വാങ്ങിയിട്ടുള്ളത്. മെറിറ്റയുടെ 10 രൂപയുടെ മെറിറ്റ. 10 രൂപന്റെ മെറിറ്റ 382 രൂപയ്ക്ക്. ഓ ഞാൻ കഴിച്ചില്ലായി ജാമ്യ. അയ്യോ വേണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഒന്ന് ഞാൻ സക്സസ്ഫുൾ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വിഷമില്ല. ഇതുണ്ടോ 10 രൂപന്റെ മെറിറ്റ. എനിക്ക് കിട്ടിയ പോലെ തന്നെയുള്ളൂ. അങ്ങോട്ടും കൂടിയില്ല. 115 രൂപ. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, എന്തൊക്കെ കേട്ട് 20 രൂപന്റെ ടൂത്ത് ബ്രഷ് 115 രൂപ കൊടുത്ത്. പക്ഷെ ഞാൻ 182 രൂപ. ആ ചാലഞ്ച് മുതൽ ഈ ചാലഞ്ച് വരെ ഞാൻ കിട്ടി. ഇവിടുന്ന് ഞാൻ 5 രൂപന്റെ കോഴിമുട്ട 115 രൂപയ്ക്ക്. 115. അല്ല ഈ ചെയ്ത പോലെ ആരും ഇവിടെ ചെയ്തില്ല. അത് ഈ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് 10 രൂപന്റെ മെറിണ്ട 382. പക്ഷെ 20 രൂപ 20 രൂപന്റെ മെറിണ്ട 382 രൂപ കൊടുത്തിട്ട്. പക്ഷെ എന്നാലും 1000 രൂപ എപ്പോഴും കയ്യിൽ അങ്ങനെ തന്നെ വെച്ചോണ്ട് ശ്രീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ല. ഒന്ന് ആലോചിച്ച് അല്ല, വേഗം ട്രാക്ക് മാറ്റിയതാ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ ജാമ്യ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ ഈ 1000 രൂപയിൽ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഞാൻ ആ 20 രൂപേന്റെ സാധനം 380 90 അങ്ങനെ മേടിച്ചിരുന്ന എന്റെ അവസ്ഥ അത് മോശമാണ്. പക്ഷെ ഇത്രയും റൗണ്ട് 2 നല്ല സാധനങ്ങൾ വന്നല്ലോ. ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെറിന്റെയാണ്. കോഴിമുട്ട എടുക്കൂ 115 രൂപയുടെ. അല്ല, ഞാൻ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കോഴി വരുന്നതാണ് ഇവിടെ പറയണേ. ഇതില്
ഗോൾഡിന്റെ മറ്റേ ഫ്ലേക്സ് ഒക്കെ ഉണ്ടാവും. അയ്യോ സ്വർണ്ണം ഞാനിവിടെ ഇറക്കി കഴിഞ്ഞു. അതുകൊണ്ട് സ്വർണ്ണക്കോഴി വിരിയാനുള്ള മുട്ടയാണ് ഷായി 115 രൂപയ്ക്ക് 382 രൂപയ്ക്ക് എത്ര മിനിറ്റ് വാങ്ങാം? ഇത്ര പറയല്ലേ പറഞ്ഞത്. 19 മിനിറ്റ് 382 രൂപയ്ക്ക് വാങ്ങാം. സ്പെഷ്യലി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് മെറിന്റ് ആണ്. ഇത് ഞാൻ ആർക്കും വിട്ടെടുക്കാൻ ഉദ്ദേശിച്ചില്ല. അത് കുറെ കാലം വെച്ച് ഞാൻ കഴിക്കും. അതായിക്കോട്ടെ തിരല്ലേ ഉള്ളൂ. അപ്പൊ നീ മെല്ലെ മെല്ലെ കഴിച്ചാൽ മതിയല്ലോ. ഇത് ലാഭമുണ്ടേ. ശ്രീനയിൽ 1000 രൂപ ഉണ്ടല്ലോ. 4 റൗണ്ട് കഴിഞ്ഞപ്പോ 1000 രൂപ. ഇനി അടുത്ത റൗണ്ട് ഉണ്ടോ? ഞാൻ പറയുമ്പോ ശ്രീ അടുത്ത റൗണ്ടിലേ 1000 രൂപ കൊടുത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങും പ്ലീസ്. കൊതിയുണ്ടോ? പ്ലീസ് ഒന്ന് പോയാട്ടോ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാ. അങ്ങനെ നമ്മളിത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. 1000 രൂപയോട് കൂടി ശ്രീ വീണ്ടും ഇരിക്കാണ്. ഷാമിയുടെ അടുത്ത് ഇനി 705 രൂപ ബാക്കിയുണ്ട്. ഞാൻ 268 രൂപയായിട്ടാട്ടോ ഇരിക്കുന്നത്. അല്ല, ഈ ഒരു റൗണ്ടില് നമ്മൾ എത്ര ശ്രമിച്ചാലും ശ്രീനെ 1000 രൂപ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കാം. മേടിക്കാം. എന്താ തുടങ്ങിയോ? ഞാൻ തുടങ്ങാണ്. ഒറ്റയ്ക്ക് 1000 ഒക്കെ എഴുതിയൊരു ശ്രീ ഹീറോ ആവും. 300 എഴുതി ഹീറോ ആവരുത്. നിന്റെ അടുത്ത പൈസ ഇല്ല. കുഴപ്പമില്ല. 200. ഞാനും 200. ആണോ? ഞാന് 200. ഞാൻ ഇതില് വെറുതെ എഴുതാണ്. പക്ഷെ എന്നാലും എഴുതാം. ഞാൻ 250 guys. ഞാൻ 260. 270. ഇനി 8 വരെ പോയുള്ളൂ. അല്ല ഞാൻ ഔട്ടായി. 270 വന്നതോടുകൂടി ഞാൻ 200 ഔട്ടായി. 270. ഏതായാലും 75 രൂപന്റെ കയ്യിലുണ്ടല്ലോ. 280 guys. 280. ഇനി ഞാനിത് ഇരുന്ന് കാണാം. 280 അല്ലേ? 82. ഇതെന്തായാലും നല്ല അടിപൊളി സാധനമായിരിക്കും കേട്ടോ. എനിക്ക് മനസ്സ് പറയുന്നത് പൈസ പോയി. 300. ഷാമി കട്ടക്ക് പിടിക്കാണോ? 705 വരെ നമുക്ക് ഇതുണ്ട്. ഞാൻ വേണമെങ്കിൽ 705 കൊടുക്കും. ആണോ? ഞാൻ ഒറ്റയടിക്ക് ഇപ്പോ എത്ര 706 എഴുതും. ഇപ്പോ 706 ഭീഷണി. 706 എഴുതി. ഇത് ലോക്കായി. അപ്പൊ 706 ഒരു തരം, 2 തരം, 3 തരം. എനിക്ക് തോന്നുന്നുണ്ടോ അടിപൊളി സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് ലാസ്റ്റിലേക്ക് കൊണ്ടുവച്ചതാണ്. തുറക്കാം. അല്ല ഞാൻ തുറക്ക്. തുറക്കട്ടെ. ഇത്രയും നേരം കളിയാക്കാനുള്ള കേൾക്കേണ്ടി വരുമല്ലോ. 3 അത് പക്ഷെ 706 രൂപ. 706 600 രൂപയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള ഒരു ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടമായില്ല. അത് പിടിക്കാനുള്ളതാന്ന് തോന്നില്ല. അത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൂടെ സ്ട്രോ ഇട്ടിട്ട് നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. എനിക്ക് ഇഷ്ടമായി. ഇത് മതി. നല്ല ഫാൻസി വാട്ടർ ബോട്ടിൽ. അല്ല, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബൂസ്റ്റ് കിട്ടി, നമുക്ക് ഹോർലിക്സ് കിട്ടി. പക്ഷെ ഇട്ട് കുടിക്കാനുള്ള ഒരു സംഭവം കിട്ടിയില്ലല്ലോ. ഗ്ലാസ്സിലിട്ട് കുടിച്ചാൽ നോർമൽ ഗ്ലാസ്സിൽ കുടിക്കുന്ന പോലെ. അതിന്റെ ഉള്ളിൽ എന്തോ ഗ്ലിറ്റർ ഒക്കെ ഉണ്ട്. ഗ്ലിറ്റർ ഒന്നും ഇല്ല. അതൊക്കെ പുറത്തുള്ള സ്റ്റിക്കറാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. സംഭവം 700 രൂപ ശ്രീ 706 രൂപ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും അത് ആ വിഷമം ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കൊന്നും ചെയ്യാനും പറ്റില്ല. 1 രൂപയ്ക്ക് സാധനം മിസ്സുപോയി. എനിക്കങ്ങനത്തെ വിഷമമൊന്നുമില്ല. ഓളത് ആലോചിച്ചില്ല. പറഞ്ഞപ്പോഴാണ് ഓക്ക് വിഷമം. പൈസയുടെ സാധനം വെറും 80. വാങ്ങിയത്. അതെ, ഞാൻ പറയുമ്പോ ഞാൻ ഇതെന്താ കഴിച്ചിരിക്കാം. അതൊന്നും കഴിക്കാനില്ലേ സാറേ? വീട്ടിൽ പോയി ചായ ചാമി ആദ്യം 115 രൂപ കൊടുത്ത് വാങ്ങിയ എഗ്ഗ് നമ്മൾ മറന്നു വരുന്നത്. പക്ഷെ എന്താണ് എന്റെ കയ്യിൽ 705 ഉറുപ്പ ഇത്രയും സാധനങ്ങൾ ബാക്കിയുണ്ട്. എന്റെ കയ്യിൽ നല്ലൊരു അടിപൊളി വാട്ടർ ബോട്ടിലും 60 രൂപയുടെ സാധനം 706 രൂപ കൊടുത്തിട്ട് 294 രൂപയുണ്ട്. കൂട്ട് മൊത്തത്തിൽ 268 രൂപ ബാക്കിയുണ്ട്. 1000 രൂപ വേർത്ത് വരുന്ന KFC ഫുഡും പിന്നെ അതാ നമ്മളെ മെറിന്റെ ആയിട്ടുള്ളത്. അത് എത്രയുണ്ട്? 300 എത്ര വാങ്ങി? 382ന്റെ 115 പറയട്ടെ. 382 രൂപയ്ക്കാണ് 20 രൂപന്റെ മെറിന്റെ വാങ്ങിയത്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ഫൺ ചാലഞ്ച് ആണ്. എനിക്ക് ഇനിയും കൂടുതൽ പാർട്ട് 4 ഒക്കെ വേണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. പിന്നെ അഗാരോന്റെ ഹെയർ സ്റ്റൈലറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita signing off.